നമസ്കാരം. നിളവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. വല്ലപ്പുഴയിൽ തീപ്പൊള്ളലേറ്റ് മരിച്ച അമ്മയ്ക്ക് പിറകെ മകളും മരിച്ചു. മരിച്ചത് 12 വയസ്സുകാരി നിഖ. പൊള്ളലേറ്റ 6 വയസ്സുകാരി ചികിത്സയിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസമാണ് അമ്മയെയും 2 മക്കളെയും വീടിനുള്ളിൽ പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയത്. വല്ലപ്പുഴയിൽ പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 12 വയസ്സുകാരി നിഖയാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ മരിച്ചത്. വല്ലപ്പുഴ ചെറുകോട് സ്വദേശി പ്രദീപിന്റെ മകളാണ് നിഖ. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. നിഖയുടെ അമ്മ ബീന കഴിഞ്ഞ ദിവസം തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് മരിച്ചിരുന്നു. ഞായറാഴ്ച പുലർച്ചെയാണ് പ്രദീപിന്റെ ഭാര്യ ബീനയെയും 2 മക്കളെയും വീടിനുള്ളിൽ തീപ്പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് വീട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ബീന മരിച്ചിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് മകൾ 12 വയസ്സുകാരി നിഖയും മരിച്ചത്. മരിച്ച നിഖ വല്ലപ്പുഴ ഹൈസ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. 6 വയസ്സുകാരിയായ നിവേദ പൊള്ളലേറ്റ് ചികിത്സയിലാണ്. നിവേദയുടെ പരിക്ക് ഗുരുതരമല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആലത്തൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ദേശമംഗലം ബൂത്ത് 23-ൽ UDF നേതൃത്വത്തിൽ കൺവെൻഷനും ഇഫ്താർ സംഗമവും നടത്തി. യോഗം ദേശമംഗലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ PS ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ സലാം മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. UDF ഭാരവാഹികളായ മഹേഷ് വെളുത്തേടത്ത്, അബ്ദുൾ ഹമീദ്, ഷഹീർ ദേശമംഗലം തുടങ്ങിയവർ സംസാരിച്ചു. അലവി KA, അൻവർ സാജിദ്, അബ്ദുൾ ഹമീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പാലക്കാട് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി A. വിജയരാഘവന് പട്ടാമ്പി മണ്ഡലത്തിൽ ആവേശകരമായ സ്വീകരണം. കുൽക്കല്ലൂർ പഞ്ചായത്തിൽ നിന്നായിരുന്നു തിങ്കളാഴ്ച പ്രചരണം ആരംഭിച്ചത്. പാലക്കാട് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി A. വിജയരാഘവൻ തിങ്കളാഴ്ച രാവിലെ മുതൽ പട്ടാമ്പി മണ്ഡലത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത്. കുൽക്കല്ലൂർ, കൊപ്പം, തിരുവേഗപ്പുറ, വെളിയൂർ പഞ്ചായത്തുകളിലായിരുന്നു തെരഞ്ഞെടുപ്പ് പര്യടനം. രാവിലെ കുൽക്കല്ലൂരിൽ നിന്നുമാണ് പര്യടനം ആരംഭിച്ചത്. കുൽക്കല്ലൂർ, പുറമത്രയിൽ നിന്നുമായിരുന്നു സ്വീകരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. ഓരോ കേന്ദ്രങ്ങളിലും ആവേശകരമായ സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. വിവിധ കേന്ദ്രങ്ങളിൽ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് A. വിജയരാഘവൻ വോട്ടർമാരെ ബോധ്യപ്പെടുത്തി. തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദിയെ താഴെ ഇറക്കണം. കേന്ദ്രത്തിൽ ഒരു മതനിരപേക്ഷ ഗവൺമെന്റ് ഉണ്ടാവണം. പാർലമെന്റ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും. ഒരു വിഭാഗത്തെയും അടിച്ചമർത്താൻ പാടില്ല. ഇപ്പോ ഇതൊന്നും നടക്കുന്നില്ല. അടിച്ചമർത്തുകയാണ്. എല്ലാവരെയും അടിച്ചമർത്തുക. ന്യൂനപക്ഷങ്ങളെ, മുസ്ലിം ജനവിഭാഗങ്ങളെ, പട്ടികജാതിക്കാരെ. ഒരു മുഖ്യമന്ത്രിയെ പിടിച്ചോണ്ട് പോയി ജയിലിലിട്ടേക്കും. എന്താ കുറ്റം നടക്കുകയില്ല. ഇപ്പൊ പഴയ മഴയല്ല. ആദ്യം ജയിൽ, പിന്നെ കുറ്റം, വിചാരണ ഒക്കെ പിന്നെ ജയിലിലെ പഴയ അഞ്ചോട്ടിലൊക്കെ നടക്കും. ഇതാണ് മോദി. നാളെ ഇതിനേക്കാൾ ആപത്താണ് വരാൻ പോകുന്നത്. അതിനെ തടുക്കണം. മതങ്ങൾ തമ്മിലുള്ള സംഘർഷ കലാപങ്ങൾ ഒഴിവാക്കണം. തൊഴിലാളി, കൃഷിക്കാർ, അധ്വാനിക്കുന്ന മനുഷ്യൻ, അവര് വേണ്ടി പാർലമെന്റിൽ സംസാരിക്കാൻ അവസരമുണ്ടാവും. അപ്പോ അതിനാണ് ഇടതുപക്ഷം നിൽക്കുന്നത്. ചിലര് ചോദിച്ചിട്ട് നിങ്ങൾ ഭൂരിപക്ഷം കിട്ടി പ്രധാനമന്ത്രി ആവാനാണോ? നമുക്ക് ഭൂരിപക്ഷം ഇല്ലെങ്കിലും പ്രധാനമന്ത്രി ആയില്ലെങ്കിലും 25 കൊല്ലം BJP-നെ തടുത്തിട്ടുണ്ട്. മപ്പാട്ടുകര കിഴക്ക്, കുൽക്കല്ലൂർ, മപ്പാട്ടുകര പടിഞ്ഞാറ്, പപ്പടപ്പടി, നാട്യമംഗലം, കൊഴിഞ്ഞിപ്പറമ്പ്, കോർമൂത്തുപടി, പടിഞ്ഞാക്കര, എറയൂർ പടിഞ്ഞാറ്, വെട്ടിക്കാട്, കൊഴിയങ്ങാടി, മേൽമുറി സ്കൂൾ, തുറവള്ളിക്കാവ്, എടവർക്കുന്ന്, വെളുത്തൂർ സെന്റർ, ആലിൻചുവട്, പഴനെല്ലിപ്പുറം തുടങ്ങി വിവിധ കേന്ദ്രങ്ങളിലും സ്ഥാനാർത്ഥിക്ക് സ്വീകരണം ഒരുക്കിയിരുന്നു. CPM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ TK നാരായണദാസ്, NP വിനയകുമാർ, ഏരിയ സെക്രട്ടറി T ഗോപാലകൃഷ്ണൻ, മുഹമ്മദ് മോഹസിൻ MLA, KT അബ്ദുറഹ്മാൻ, P സുന്ദരൻ, MN കരുണാകരൻ, മറ്റു ഘടകകക്ഷി നേതാക്കളും സ്ഥാനാർത്ഥിക്കൊപ്പം വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ എത്തിയിരുന്നു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി ഇടവക അംഗത്തിൽപ്പെട്ട അംഗത്തിന്റെ കല്ലറ മറുവിഭാഗം പൊളിച്ചുവെന്ന ആരോപണം. ഞായറാഴ്ച യാക്കോബായ വിശ്വാസികൾ പ്രതിഷേധിച്ചു. ഞായറാഴ്ച രാവിലെ കുർബാനയ്ക്ക് ശേഷം വിശ്വാസികൾ മാതൃദേവാലയത്തിന്റെ മുൻവശത്തെത്തി. മറുവിഭാഗം പള്ളിയുടെ പ്രധാന ഗേറ്റ് പൂട്ടിയതോടെ മാതൃപള്ളിക്ക് മുന്നിൽ നിന്ന് യാക്കോബായ വിശ്വാസികൾ പ്രതിഷേധ സമരം നടത്തി. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥനാഗീതങ്ങളും നമസ്കാരവും നടത്തി. ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ്, ജോബിൻ ജോണി എന്നിവർ സംസാരിച്ചു. ജീവിച്ചിരിക്കുന്നവരെക്കാൾ മരിച്ചുപോയവർക്ക് ആദരം നൽകുന്ന സംസ്കാരത്തെ വ്രണപ്പെടുത്തി സെമിത്തേരിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവരുടെ കല്ലറ പൊളിക്കുന്ന നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം തുടരുമെന്നും കല്ലറ തകർത്തവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. 2017 ജൂലൈയിൽ മരണമടഞ്ഞ കൊരട്ടിക്കര സ്വദേശി ചെറുവത്തൂർ ജോൺസന്റെ കല്ലറയാണ് കഴിഞ്ഞ ദിവസം പൊളിച്ചുമാറ്റിയ നിലയിൽ കണ്ടത്. ഇതിനെതിരെയാണ് ഇടവക വിശ്വാസികൾ ഒന്നടങ്കം പ്രതിഷേധം നടത്തിയത്. കഴിഞ്ഞ ദിവസം ഇടവകയിൽ ഒരംഗം മരണപ്പെട്ടതിനെ തുടർന്ന് സംസ്കാര ചടങ്ങിനായി സെമിത്തേരിയിലേക്ക്
പിതാവിന്റെ കല്ലറയിൽ പ്രാർത്ഥിക്കാനായി എത്തിയപ്പോഴാണ് മകൻ കല്ലറ പൊളിച്ചു കിടക്കുന്നത് കണ്ടത്. കല്ലറയ്ക്ക് സമീപം വലിയ മാലിന്യം നിക്ഷേപിക്കുന്ന കുഴി എടുത്ത നിലയിലാണ്. കല്ലറ തകർത്ത സംഭവത്തിൽ 3 പേർക്കെതിരെ മകൻ ചാലിശ്ശേരി പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷമായി കല്ലറകളിൽ പോയി പ്രാർത്ഥിക്കാൻ കഴിയാതെ സെമിത്തേരി ഇരുമ്പുനെറ്റ് കെട്ടി പൂട്ടിയിട്ട് കല്ലറകളിലേക്ക് പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണെന്ന് പരാതിയിൽ പറയുന്നു. മറ്റ് ഇടവക അംഗങ്ങളുടെ സംസ്കാര ചടങ്ങിനിടെയാണ് യാക്കോബായ വിശ്വാസികൾ കല്ലറയിൽ പോയി പ്രാർത്ഥിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടുന്നു. സർക്കാർ നടപ്പാക്കിയ സെമിത്തേരി ബിൽ പ്രകാരം പള്ളി നഷ്ടപ്പെട്ട 58 പള്ളികളിലും വിശ്വാസികൾ കല്ലറയിൽ പോയി പ്രാർത്ഥിക്കുന്നതിന് തടസ്സമില്ല. ചാലിശ്ശേരിയിൽ മാത്രമാണ് കല്ലറ കമ്പിവേലി കെട്ടി ഗേറ്റ് പൂട്ടി തടസ്സം സൃഷ്ടിക്കുന്നതെന്നും പോലീസിൽ നൽകിയ പരാതിയിൽ യാക്കോബായ വിശ്വാസികൾ സൂചിപ്പിക്കുന്നുണ്ട്. CCTV ന്യൂസ്, പെരുമ്പിലാവ്. ചെറുതുരുത്തി സെന്റ് തോമസ് ദേവാലയത്തിലെ മാർ തോമസ് ലീഹായുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. രാവിലെ 8 മണിക്ക് അമ്പെഴുന്നള്ളിപ്പ് നടന്നു. വൈകിട്ട് 4 മണിയോടെ ആഘോഷകരമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ജോയ് പുത്തൂർ നേതൃത്വം നൽകി. തുടർന്ന് ബാൻഡ് മേളത്തിന്റെയും വർണ്ണക്കുടകളുടെയും 100 കണക്കിന് വിശ്വാസികളുടെയും അകമ്പടിയോടെ രൂപക്കൂട് പ്രദക്ഷിണവും വർണ്ണക്കാഴ്ചകൾ എന്നിവയും നടന്നു. തിരുനാളിന് പള്ളി വികാരി ഫാദർ അജീഷ് ബാബു പെരിഞ്ചേരി നേതൃത്വം നൽകി. കൈക്കാരന്മാരായ സണ്ണി വടക്കൻ, വിൻസെന്റ് മുള്ളുക്കാട്, പ്രജീഷ് മഞ്ഞളി, അമൽ ബാബു, ബെന്നി തോമസ് എന്നിവർ നേതൃത്വം നൽകി. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. ആനശില്പത്തിന്റെ പണിപ്പുരയിലാണ് കൂറ്റനാട് നാഗലശ്ശേരി ചോരത്ത് പറമ്പിൽ ബാലാജി. ഏറെക്കാലം ഫോട്ടോഗ്രാഫറായിരുന്ന ബാലാജി നിരവധി ഷോർട്ട് ഫിലിമുകളുടെ രചനയും സംവിധാനവും നിർവഹിച്ചിട്ടുണ്ട്. ചെറുപ്പകാലം കഷ്ടപ്പാടുകളുള്ളതായിരുന്നു. ഒരു തൊഴിൽ തേടുന്ന സമയത്ത് വീടിനടുത്തുള്ള PK ചന്ദ്രനാണ് മദ്രാസിലേക്ക് കൊണ്ടുപോകുന്നത്. മദ്രാസിലെ വീനസ് സ്റ്റുഡിയോയിൽ നിന്നാണ് ഫോട്ടോഗ്രാഫി പഠിക്കുന്നത്. കുറച്ചുകാലം അവിടെ തന്നെ ഫോട്ടോഗ്രാഫറായി ജോലി ചെയ്തു. പിന്നീട് നാട്ടിൽ വന്നു. 1990-91 വർഷങ്ങളിലാണ് പെരുമ്പിലാവിലും ചാലിശ്ശേരിയിലും സ്റ്റുഡിയോ തുടങ്ങിയത്. കല്യാണ വർക്കുകൾ ധാരാളമുള്ള സമയമായിരുന്നു. ഫോട്ടോഗ്രാഫിയിലൂടെ ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങൾ കിട്ടി. ഇപ്പോൾ സ്റ്റുഡിയോ ഇല്ല. നിരവധി ഷോർട്ട് ഫിലിമുകൾ രചനയും സംവിധാനവും ചെയ്തിട്ടുണ്ട്. നാടകങ്ങൾക്ക് രംഗപടവും ശില്പനിർമ്മാണവും, സിനിമകൾക്ക് ശില്പനിർമ്മാണവും ചെയ്തിട്ടുണ്ട്. കലാകാരൻ ഒരു തൊഴിൽ മാത്രം ചെയ്ത് ജീവിക്കാതെ പലതരത്തിലുള്ള തൊഴിലുകൾ പഠിച്ചു ചെയ്താൽ ജീവിതത്തിൽ പ്രയാസങ്ങൾ നേരിടേണ്ടി വരില്ല എന്നാണ് ജീവിതാനുഭവത്തിൽ നിന്ന് പഠിച്ചത്. ചെണ്ട നിർമ്മാണവും ഓർഡർ അനുസരിച്ച് ചെയ്യുന്നുണ്ട്. ഭാര്യ ദേവകി, മക്കൾ മിനി, മഞ്ജു, മയൂഖ്, മഹേഷ്. പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് LDYF ചേലക്കര മണ്ഡലം കമ്മിറ്റി നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തി നടത്തിയ പ്രതിഷേധ മാർച്ചും ധർണയും പന്തംകൊളുത്തി പ്രകടനവും CPIM ജില്ലാ കമ്മിറ്റി അംഗം KK മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. LDYF ചേലക്കര നിയോജക മണ്ഡലം ചെയർമാൻ VK പ്രവീൺ അധ്യക്ഷത വഹിച്ചു. AIYF സംസ്ഥാന കമ്മിറ്റി അംഗം TP സുനിൽ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KS ദിനേശ്, ജില്ലാ കമ്മിറ്റി അംഗം PR കൃഷ്ണകുമാർ, DYFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TR സതീഷ്, ജില്ലാ കമ്മിറ്റി അംഗം L അമൽരാജ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ചെറുതുരുത്തി ഹൈസ്കൂൾ പരിസരത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി കൊച്ചിൻ പാലത്തിന് സമീപം സമാപിച്ചു. AISF സംസ്ഥാന കമ്മിറ്റി അംഗം KS അഭിറാം, DYFI ചേലക്കര ബ്ലോക്ക് പ്രസിഡന്റ് C ഉണ്ണികൃഷ്ണൻ, M മൻസൂർ, PG ഹരികൃഷ്ണൻ, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറിമാരായ MR പ്രജു, KB ബിനീഷ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് VK ലത്തീഫ് എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി.
നമ്മുടെ രാജ്യം വൈവിധ്യങ്ങളായ നമ്മുടെ നാട് അതൊരു മതരാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള BJPയുടെയും RSSന്റെയും ഈ കുടില തന്ത്രങ്ങൾക്കെതിരായി രാജ്യത്തെമ്പാടും വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ആ പ്രതിഷേധങ്ങളെയെല്ലാം കേന്ദ്ര ഭരണാധികാരികൾ BJPയും RSSും ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പരിശ്രമവും ഒരു ഭാഗത്ത് അനുസ്യൂതം തുടരുകയാണ്. ഇതിനെതിരായി കൊണ്ടുള്ള വലിയ പ്രതിഷേധമാണ് നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരുന്നത്. പ്രസിദ്ധമായ മുളയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഇടപ്പൂരം ആഘോഷിച്ചു. ഇടപ്പൂരത്തിന്റെ ഭാഗമായി നടന്ന തേർ എഴുന്നള്ളിപ്പ് പൂരപ്രേമികളുടെ മനം കവർന്നു. പ്രസിദ്ധമായ മുളയൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഇടപ്പൂരം വർണ്ണാഭമായി. ഉച്ചയ്ക്ക് സന്ധ്യവേളയ്ക്ക് വിളക്കുവെക്കലോടെ ചടങ്ങുകൾ തുടങ്ങി. തുടർന്ന് തായമ്പക, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, താലം നിരത്തൽ, കൊട്ടിറക്കി ക്ഷേത്രപ്രദക്ഷിണം, തേരെഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം, മേളം, വെളിച്ചപ്പാടുമാരുടെ നൃത്തം എന്നിവയും നടന്നു. ചൈനീസ് വെടിക്കെട്ടോടുകൂടിയാണ് സമാപനം. ഇത്തവണ പരിയാനം പറ്റത്ര ദേശത്തിനാണ് ദേശപൂരത്തിന്റെ നടത്തിപ്പുണ്ടായിരുന്നത്. 2 കാളവേലയും പൂരവും ആഘോഷിക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് മുളയങ്കാവ് ഭഗവതി ക്ഷേത്രം. മെയ് 11-ന് ക്ഷേത്രത്തിലെ വലിയ കാളവേലയും 12-ന് പൂരവും ആഘോഷിക്കും. മുള്ളൂർക്കര ഗേറ്റിന് സമീപം ട്രെയിനിൽ നിന്നും വീണു മരിച്ച നിലയിൽ യുവാവിനെ കണ്ടെത്തി. തിങ്കളാഴ്ച പുലർച്ചെ 2:30 മുള്ളൂർക്കര റെയിൽവേ ഗേറ്റിന് വളവിൽ മൃതദേഹം കണ്ടത്. തുടർന്ന് റെയിൽവേ അധികൃതർ പോലീസിനെയും RPFനെയും അറിയിക്കുകയായിരുന്നു. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. വടക്കാഞ്ചേരി പോലീസും തൃശൂർ RPFും ചേർന്ന് മൃതദേഹം മുളങ്ങുന്നത്കാവ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. തീവണ്ടിയിലെ ഡോറിൽ ഇരുന്നുറങ്ങിയതാവാം കാരണമെന്നാണ് നിഗമനം. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.